ചിക്കൻ കറി, ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അതിനായി ഞാൻ കുറച്ച് ചിക്കൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് നോക്കാം. 2 സവാള എടുത്തിട്ടുണ്ട്, ഈ തക്കാളി എടുത്തിട്ടുണ്ട്, 4-5 പച്ചമുളക്, 4 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. പിന്നെ 2 കപ്പ് തേങ്ങാപ്പാലുണ്ട്. ഒരു പാൻ ചൂടാക്കി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കറുപ്പ, ഗ്രാമ്പു, ഏലക്ക അതിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി വഴറ്റി കൊടുക്കാം. ഒന്ന് വെന്ത് വരുന്നവരെ നന്നായി വഴറ്റി കൊടുക്കാം. സവാള വെന്ത് വന്നാൽ നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു തക്കാളിയാണ് എടുത്തത്, നിങ്ങൾക്ക് വേണ്ടി 1-2 എടുക്കാം. തക്കാളി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി വെന്ത് വരണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതും നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും ഇട്ട് കൊടുക്കുക. ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ വെന്ത് വന്നാൽ നമുക്ക് ഇതിലേക്ക് മസാല ആഡ് ചെയ്തെടുക്കണം. ആദ്യം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായി മിക്സ് ചെയ്യണം. വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗങ്ങളും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് കൊടുക്കാം. ഞാനൊരു 6-7 കഷ്ണം ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ അത്രയും എടുക്കാം. ഇനി ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ചിക്കനിലേക്ക് നമ്മൾ ആഡ് ചെയ്ത ഈ വെജിറ്റബിൾസും പാലും ഒക്കെ മിക്സ് ആകുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട് ചിക്കനൊക്കെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൂടി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലുണ്ട്, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ പ്രൊഫൈൽ ഷെയർ ചെയ്യണം, ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.